ഹായ് ഹലോ നമസ്കാരം. ഷട്ടി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സെയിൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പ്ലാൻസ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഏതെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ. നമ്പർ അറിയാമല്ലോ, 8848296441. ഓക്കേ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, നമ്മുടെ ഡോളറും വിദൂരിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വിദൂരിയാണ്, ഇത് ഡോളർ. കണ്ടോ, ഇത് രണ്ട് വ്യത്യാസം കണ്ടോ? രണ്ടിൻ്റെയും കളറിന് വ്യത്യാസമുണ്ട്, ലീഫിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഡോളറിൻ്റെ ഒരു നല്ല മദർ പ്ലാന്റ് കേട്ടോ. ഇത് വിദൂരിയുടെ മദർ പ്ലാന്റ് കേട്ടോ. പിന്നെ നമ്മുടെ അഗ്ലോണിമയുടെ വിഭാഗത്തിൽ എത്ര വലിയ കൊലകമ്പം വന്നാലും ഒരിക്കലും മാർക്കറ്റ് താഴാത്ത ഒരു മൊയലാളി ഇവിടെ ഇരിപ്പുണ്ടേ, കാണിച്ചു തരാം. അതുതാൻ ഇവൻ നമ്മുടെ സോംബാറ്റ്. ഇത് സോംബാറ്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാം, 1300 1350. ഇതിന് യാതൊരു തരത്തിലും വില കുറയില്ല. വില കുറഞ്ഞ് ഇപ്പം നമുക്ക് വില കുറഞ്ഞൊരു നിങ്ങളിലേക്ക് എത്തിക്കണം വിചാരിച്ചാലും ഉടനെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്കും റേറ്റുള്ള ഒരു പ്ലാന്റാണിത് കേട്ടോ. ഇത്രയും വലുതാവും. ഇത് ആദ്യത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നൊരു ചെറിയ പ്ലാന്റ് ഞാൻ നട്ടതാണ് കേട്ടോ. പക്ഷെ അത് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പ്ലാന്റ് കൂടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. ഈ ഒരു പ്ലാന്റ് സെയിലിനുള്ളതാണ്, പറയണം. പിന്നെ ഞാൻ വേറെ 1-2 പ്ലാന്റ് കാണിക്കാം. എന്താ, നമ്മുടെ പിങ്ക് എമറാൾഡ്, അതും നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നീട് ഇപ്പം റെയറായിട്ട് ഓടുന്നതും എന്നാൽ നമുക്ക് ഇപ്പം നമ്മളിലേക്ക് അധികം കിട്ടാത്തൊരു പ്ലാന്റാണ് കേട്ടോ, ഗ്രീൻ ക്രിസ്റ്റൽ. കാണുന്നുണ്ടല്ലോ, വലിയ പ്ലാന്റ് കേട്ടോ, മദർ പ്ലാന്റാണ്. നല്ല വളർച്ചയുള്ള പ്ലാന്റാണ് കേട്ടോ, ഗ്രീൻ ക്രിസ്റ്റൽ. ഇതൊക്കെ ഇപ്പം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം തായ്ലൻഡിൽ നിന്ന് ചെടികൾ വരുന്നില്ല. നമുക്കറിയാമല്ലോ, എന്തോ ഒരു ചൈനയിൽ നിന്നൊരു വൈറസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമുക്ക് തായ്ലൻഡിൽ നിന്ന് ചെടികൾ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചില പ്ലാന്റ് കിട്ടുന്നതിലുണ്ട് കേട്ടോ. സോംബാറ്റ്, ഈ ഗ്രീൻ ക്രിസ്റ്റലൊക്കെ ഉള്ളവർ സൂക്ഷിച്ചു വെച്ചോ, ഇപ്പോൾ അത് വരുന്നില്ല കേട്ടോ. പിന്നെ വേറെന്തുണ്ട് വിശേഷം? ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മൾ കഴിഞ്ഞ ആദ്യം ഒരു കോംബോ ഇട്ടില്ലേ, ഒരു 700 രൂപയുടെ. ആ കോംബോയിൽ എന്നോടൊരു കുട്ടി പ്ലാൻസ് പറഞ്ഞു, പൈസയൊക്കെ അയച്ചു തന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ അയച്ചു തരണ്ട, ഒരാഴ്ച കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് പിന്നെ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ 1.5 ആഴ്ച കഴിഞ്ഞ് ഞാൻ അതിന് ചെടി അയച്ചു കൊടുത്തു. ആ സമയത്ത് ഞാൻ ആ കുട്ടിയെ വിളിച്ചിരുന്നു. ചെടി അയക്കുന്നതിന് മുമ്പ് ഞാൻ ആ കുട്ടിയെ വിളിച്ച് ഇത് ചെടി അയക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ അപ്പോൾ മോള് ഫോൺ കട്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു, ചേച്ചി ഞാൻ പുറത്താണ്, ചേച്ചി ചെടി അയച്ചോ, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ശരി, ഓക്കെ എന്ന് വെച്ചിട്ട് ഞാൻ അന്ന് തന്നെ ചെടി അയച്ചു. അത് ചെടി ചെന്നതിൻ്റെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാണത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ആ കുട്ടി അതിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ എനിക്കൊരു മെസ്സേജ്, വളരെ സങ്കടത്തിൽ, ചേച്ചി എനിക്ക് ഞാൻ ഓർത്തു വലിയ ചെടിയായിരിക്കും, പക്ഷേ എനിക്ക് കിട്ടിയത് ചെറിയ ചെടിയാണ്, എനിക്ക് സങ്കടമായി. ഹസ്ബൻഡാണെങ്കിൽ കളിയാക്കിച്ചിരിക്കുന്നു. ചെടി വാങ്ങിച്ചിട്ടേ വലിയ ചെടി മോഹിച്ച് വന്നിട്ട് ചെറിയ ചെടിയാണല്ലോ കിട്ടിയതെന്നും പറഞ്ഞ് ഹസ്ബൻഡ് കളിയാക്കുന്നു എന്നും പറഞ്ഞ് വളരെ സങ്കടത്തോടെ എനിക്കൊരു മെസ്സേജ്. കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, അത് ഞാൻ ആദ്യം പറയട്ടെ. ആ കുട്ടി കുറ്റപ്പെടുത്തിയതല്ല. കാരണം ഞങ്ങൾ എപ്പോഴും ചാറ്റ് ചെയ്യും, നന്നായിട്ട് കുറേ സമയം ചാറ്റ് ചെയ്ത് സംസാരിക്കാറില്ല കേട്ടോ. അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തി ആ ഒരു രീതിയിലല്ല അത് സംസാരിച്ചത്. ആ കുഞ്ഞിന് അവളുടെ മോളുടെ സങ്കടമാണ് എന്നോട് പറഞ്ഞത്. വല്ലാണ്ട് സങ്കടമായി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം, ഇനി ഇങ്ങനൊരു അബദ്ധം നിങ്ങൾക്കോ എനിക്കോ ഉണ്ടാകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, എന്നോട് ഇടപെട്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളെപ്പോൾ ഒരു ഫോട്ടോ ഇട്ട് തരണമെന്ന് പറഞ്ഞാലും എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കേട്ടോ. ശാരീരിക പരിമിതി ഉള്ള ഒരാളാണ്. സുഖമില്ലാത്ത പലപ്പോഴും എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ
അല്ലാത്ത സന്ദർഭത്തിൽ നിങ്ങൾ പറയുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഫോട്ടോ ഇട്ട് തരും, വീഡിയോ ഇട്ട് തരും, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ ഞാനും ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ഞാൻ നിങ്ങളോട് ഒരു അഭിപ്രായം പറയുകയാണ് കേട്ടോ, ഒരു സജഷൻ പറയണം. നിങ്ങൾ തരുന്ന പൈസ 1 രൂപയുള്ളതിൽ ആ 1 രൂപ നമ്മൾ ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അതിപ്പോൾ എന്നോടല്ല ആരുടെ കയ്യിൽ നിന്ന് ചെടി വാങ്ങിച്ചാലും അത് എത്രമാത്രം അതിൻ്റെ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എടുത്ത് തരണം, കാണിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു അവകാശമാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എത്ര വീഡിയോ വേണേലും ഇട്ട് തരും, എത്ര ഫോട്ടോ വേണേലും ഇട്ട് തരാൻ നമ്മൾ ചെടി വിൽക്കുന്ന ആൾക്കാർ ബാധ്യസ്ഥപ്പെട്ടവരാണ്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ കഴിവതും ചെയ്യാറുണ്ട്. ഒരാൾക്ക് ചെടി ചേച്ചി അതിൻ്റെ ഫോട്ടോ ഇടുക, ഇതിൻ്റെ ഫോട്ടോ ഇടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മടിയും കൂടാതെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആഹാരം അടച്ചു വെച്ചിട്ട് വന്ന് ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ അനിയത്തെ കാണിച്ചിട്ട് ചേട്ടത്തെ കല്യാണം കഴിപ്പിക്കുന്ന യാതൊരു പരിപാടിയും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഞാൻ എൻ്റെ ചെടിയിൽ ഫിൽറ്റർ ഇട്ട് കൂടുതൽ കളർ കൂട്ടിയോ ഒന്നുമല്ല നിങ്ങളിലേക്ക് ഈ ഫോട്ടോയും വീഡിയോ എത്തിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നു. പിന്നെ എൻ്റെ പലരും അഭിപ്രായം പറഞ്ഞു, ചേച്ചി ഇതിൽ നമ്പറൂടെ ആഡ് ചെയ്ത് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് പോലും ചെയ്ത് അങ്ങനെ അയക്കുന്നത്. മറ്റേ ഞാൻ ഡയറക്റ്റ് ഞാൻ എടുക്കുക, അപ്പം തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നു, ആ ഒരു രീതിയായിരുന്നു. പലരും അങ്ങനെയല്ല നമ്പർ ചെയ്യണം എന്ന് എന്നോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങൾ കർശനമായിട്ടും എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെയൊക്കെ ഇപ്പം നമ്പറും ഒക്കെ ചെയ്ത് ഒരു എഡിറ്റിംഗ് രീതിയിലേക്ക് പോലും വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാം, ദയവ് ചെയ്ത് നിങ്ങൾ ചെടിക്ക് ഓർഡർ തരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ചെടിയുടെ വലിപ്പം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ, ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഞാനെപ്പോഴും വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും കൃത്യം ഒരു സംശയം തോന്നാതെ നിങ്ങൾക്ക് അതിൻ്റെ വളർച്ച എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ പരമാവധി മനസ്സിലാക്കിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്ത് ഇടാറുള്ളത്. അതുപോലെ ഫോട്ടോ അയച്ചു തരുമ്പോഴും ഞാൻ എല്ലാവർക്കും ഞാൻ ഫോട്ടോ അയക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് ചെറിയ ചെടിയാണ് അല്ലെ ഇത് വലിയ ചെടിയാണ് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി അങ്ങനെ ആർക്കും ഒരു അബദ്ധം പറ്റരുത്. ആ കുട്ടിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. എന്ത് ചെയ്യാനാ, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആകെ ഒരു വിഷമം, കേട്ടപ്പോൾ ഒരു വിഷമം. നമ്മളൊരു ചെടി വാങ്ങിക്കുമ്പോൾ എന്തോരം കൊതിച്ചിട്ടാണ് അല്ലേ. അപ്പം നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആ ചെടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വല്ലാത്തൊരു സങ്കടം തന്നെയല്ലേ. അത് പിന്നെ ഇപ്പം എനിക്കിനിയും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇനിയുള്ള ആൾക്കാരോട് ഞാനൊരു സജഷൻ പറയുകയാണ്, ദയവ് ചെയ്ത് ചെടി കൃത്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓർഡർ എടുക്കുക. ചെടി ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും ആ ചെടി പൂർണ്ണമായിട്ടും എത്ര വളർച്ചയുണ്ട്, എത്ര വലുതാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. മനസ്സിലാക്കാതെ വീഡിയോയിൽ കണ്ടിട്ടോ ഫോട്ടോ കണ്ടിട്ടോ നിങ്ങൾ ആ ചെടി ഓർഡർ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ കൃത്യം അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെടി ഓർഡർ ചെയ്യാവൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മുടെ കയ്യിൽ നിന്ന് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ 7 വർഷം കൊണ്ട് ഞാൻ ഈ ചെടിയുടെ കളക്ട് ചെയ്തും ഒക്കെ തുടങ്ങിയതാണ്. അപ്പം ഞാൻ അത്രയും ഈ വളർത്തി കൊണ്ടുവന്നിട്ട് നിങ്ങളിൽ തരുന്ന ചെടികളാണ് എൻ്റേത്. അല്ലാതെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് അങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരാളല്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, മോസിൽ വരുന്ന പ്ലാന്റ്സ്, അതായത് റെഡ് വെറൈറ്റീസ്, ഇതിപ്പോൾ ഈ കാണിക്കുന്നതല്ല, ടൈ സൂപ്പർ റെഡും ഒറിജിനൽ റെഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമുക്ക് സെയിലിന് വരുന്നത് മോസിൽ വരുന്ന പ്ലാന്റ്സാണ്. മോസിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ വളർച്ചയുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എനിക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മുടെ മണ്ണിൽ വളർന്നു വരുന്ന പ്ലാന്റ് അല്ലല്ലോ, അത് മോസിനകത്ത് വരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ താഴ്ച, അതായത് അതിൻ്റെ വേരിന് എത്ര വളർച്ചയുണ്ടോ അല്ലെങ്കിൽ അഴുകിയിട്ടുണ്ടോ ഒന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഞാൻ കഴിവതും മോസിലുള്ള പ്ലാന്റ്സ് നേരത്തെ എടുക്കാറില്ലായിരുന്നു. പക്ഷെങ്കിൽ കുറച്ച് കസ്റ്റമേഴ്സ് എന്നോട് ഈ റെഡ് വെറൈറ്റീസിൻ്റെ കണ്ടിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തരും, ചേച്ചി ഇങ്ങനത്തെ പ്ലാന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എടുത്തു തരുമോ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ മോസിലുള്ള പ്ലാന്റ്സ് എടുക്കാൻ തുടങ്ങിയത്. അതുമൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് പലരും എനിക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞു, ചേച്ചി അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അഴുകിപ്പോയി എന്നുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം. 2, പിന്നെ ചിലർ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് അത് അഴുകിപ്പോയി എന്ന് പറഞ്ഞ് എന്നോട് പറയുന്നുണ്ട്.
അതിന് എനിക്ക് ഒന്നും പറയാനില്ല. അതിനൊരു മറുപടി എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു മോശമായൊരു ചെടിയും ഞാൻ നിങ്ങൾക്ക് തരാറില്ല. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയണേ. എനിക്ക് എങ്ങനെ നിങ്ങളോട് സത്യം വീണ്ടും വീണ്ടും പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ സത്യം, ദൈവം സത്യം ഞാൻ നിങ്ങളോട് പറയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു മോശമായ ചെടിയും ഞാൻ സെയിലേക്ക് ഇടാറില്ല. എന്തെങ്കിലും തരത്തിലൊരു ചെറിയൊരു ഇലയ്ക്കെങ്കിലും ഒരു തളർച്ചയെന്ന് കണ്ടാൽ ഞാനത് മാറ്റി ഞാൻ തന്നെ എനിക്ക് റിപ്പോർട്ട് ചെയ്ത് വെക്കുകയുള്ളൂ. എന്നിട്ട് ഞാനത് എന്തെങ്കിലും ആർക്കെങ്കിലൊക്കെ കൊടുക്കുന്നോട്ട് കിളുത്ത് വരുമ്പോൾ ഞാനത് ഫ്രീ ആയിട്ട് അവരിലേക്ക് നിങ്ങൾക്ക് തന്നെ ഞാനത് തരികയാണ് ചെയ്യുക. അപ്പം ഞാനത് സെയിലിലേക്ക് ഒരിക്കലും ഇടാറില്ല. പിന്നെ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞ് ചെടി ചീഞ്ഞു പോയി അളിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയാൻ പറ്റും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ എന്ത് മറുപടി പറയാൻ പറ്റും? അതുകൊണ്ട് പിന്നെ വേറൊരാൾ എന്നോട് നേരത്തെ ഒന്ന് പറഞ്ഞത് അത് ശരിയാണ്. ഞാൻ എല്ലാവർക്കും ചെടികൾ അയക്കുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട്. ഞാൻ ചെടി പായ്ക്കുകയാണ്, അല്ലെ രാവിലെ തന്നെ ഞാൻ പറയും ഇന്ന് ചെടി പായ്ക്ക് ചെയ്യും എന്ന് പറയാറുണ്ട്. പിന്നീട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെടി അയച്ചു കൊടുത്തതിൽ അദ്ദേഹം ഗൾഫിലാണ്, വൈഫിൻ്റെ പേരിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, അയച്ചു കൊടുത്തു. പക്ഷേ നല്ലൊരു പ്ലാന്റ് അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ചെടി ഒടിഞ്ഞു പോയി. അപ്പം തന്നെ എനിക്ക് ഫോട്ടോ ഇട്ടു തന്നു. ആ നിമിഷം അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റാണ്, കൃത്യമാണ് അവർ ചെയ്തത്. അവരുടെ കയ്യിൽ കിട്ടിയ ആ നിമിഷം തന്നെ അവരെനിക്ക് ഫോട്ടോ ഇട്ട് തന്നു, ഈ ചെടി ഒടിഞ്ഞു പോയി. അപ്പം നമുക്കൊരു സംശയം വരില്ല, അവർ ജെന്യുവിനാണ്. അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ചെടി ഒടിഞ്ഞു. ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, സാർ ടെൻഷൻ അടിക്കണ്ട, കാരണം അവർ എന്നോട് ചെടിയൊന്നും ആവശ്യപ്പെട്ടില്ല. എന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു, പകരം ഒരു ചെടി തരാൻ വേണ്ടിയിട്ടല്ല, അതെടുത്ത് എനിക്ക് മെസ്സേജ് ചെയ്തു, പകരം നിങ്ങൾ എനിക്കൊരു ചെടി തരാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ഒന്ന് നിങ്ങളെ അറിയിച്ചത്, ഇങ്ങനെ ചെടി കേടായി എന്നൊന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി അത് ജെനുവിനായിരുന്നു. എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും പുതിയ ചെടി തരും. പിന്നെ ഇപ്പോൾ ഇനി എപ്പോഴത്തേക്ക് വേണം എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല. കാരണം എന്തായാലും 80 രൂപയൊക്കെ ആവും ഒരു കൊറിയർ നമ്മൾ അയക്കുമ്പോൾ. അവർക്ക് വേറെ ചെടികളൂടെ ഓർഡർ വല്ലതും ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നല്ലൊരു ചെടി ഞാൻ അതിൻ്റെ കൊടുക്കാം എന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നോട് ചെടി മോശമായി കേടായി എന്ന് പറയുന്നവർക്കൊക്കെ തന്നെ ഞാൻ പുതിയ ചെടി അയച്ചു കൊടുക്കും. കാരണം അതിനകത്ത് സത്യസന്ധതയൊന്നും ഞാൻ നോക്കില്ല. കാരണം എന്താണ്, ഞാൻ സത്യസന്ധമായിട്ട് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോടും അങ്ങനെ എല്ലാവരും എന്നോടും അങ്ങനെ തന്നെ ആകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെടി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് മോശമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ ചെടിക്ക് പകരം നല്ല ഒരു ചെടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കണം. 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ചെടി ചീഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് പകരം ചെടി തരിക എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതാണ് അവസ്ഥ കേട്ടോ. നിങ്ങളതൊന്ന് ദയവ് ചെയ്താൽ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ കുറ്റപ്പെടുത്തുന്നതായിട്ട് ഒന്നും കരുതരുത് കേട്ടോ. കാരണം അത് ആരോടായാലും, കാരണം നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. നിങ്ങൾ 1 രൂപയൊക്കെ തന്നുള്ളൂ, ആ 1 രൂപയ്ക്ക് ഫോട്ടോ എടുത്ത് തരണം, അല്ലെങ്കിൽ അതിൻ്റെ ചെടിയുടെ വലിപ്പം മികത്തറ നിങ്ങൾ മനസ്സിലാക്കണം. ചെടി അഴുകിയതാണോ, അയച്ചു തരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ വീഡിയോ എടുത്ത് തരണം. അതൊക്കെ നിങ്ങൾ അറിയുന്നതാണോ വാങ്ങുന്നത്, അവരോട് പറയണം. അതിനൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. കാശ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, കാശ് എന്നെപ്പോലുള്ളവർ കാശ് വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കണം. ഉറപ്പായിട്ടും ആ കടപ്പാട് കാണിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഇനിയും വേറൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഇത് കണ്ടോ, മുട്ടത്തോടാണ്. നിങ്ങൾക്ക് വല്ല ഹോട്ടലിൽ നിന്നും എടുത്തു വെച്ചല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു 3-4 മാസത്തേത് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ അമ്മയ്ക്ക് മുട്ട ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ എല്ലാ ദിവസത്തെയും എടുത്തിങ്ങനെ വെക്കുന്ന കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ വെയിലത്തിട്ട് ഉണക്കിയതാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇത് വെയിലത്തിട്ട് ഉണക്കിയത്. ഇതൊരു കവർ നിറച്ചുണ്ട് കേട്ടോ. ഇതെന്ത് ചെയ്യുന്നറിയാവോ, ഇത് ഞാൻ ഇനി ഒന്നുകൂടെ വെയിലത്തിടുന്നിട്ട് ഇത് നന്നായിട്ട് പൊടിക്കും. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് പൊടിച്ചാൽ ഞാൻ മിക്സിയിലിട്ട് പൊടിക്കും. നിങ്ങളുടെ വീട്ടിൽ എടുക്കുന്ന 1 മുട്ടയുള്ളോ 2 മുട്ടയുള്ളോ തീർച്ചയായിട്ടും അതിൻ്റെ തോട് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇനി നല്ലതായിട്ട് ഇതൊന്നുകൂടെ ഉണങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. ഉണക്കിയിട്ട് ഇതിൻ്റെ കൂടെ വേറൊരു സാധനമുണ്ട്, നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ, ആ സോയാബീൻ വാങ്ങിക്കണം കേട്ടോ.
സോയാബീനും കൂടെ വെയിലത്തിട്ട് ഉണക്കണം. ഉണക്കി ഇത് രണ്ടും കൂടെ പൊടിച്ച് നല്ല പൗഡറാക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കണം കേട്ടോ. അതിനുവേണ്ടിയാണ് ഇട്ടത് കാണിക്കുന്നത്. ഇനി ഇന്നൊരു അഗ്ലോണിമയുടെ റിപ്പോർട്ടിങ് എല്ലാവർക്കും വീണ്ടും വീണ്ടും സംശയമുണ്ടെന്ന് ഓരോരുത്തരും വിളിച്ച് പറയുന്നു. ഞാൻ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നട്ടു വച്ചിരുന്ന പോട്ട് തന്നെയാണ് നേരത്തെ ചെടി കേട്ടോ. നിങ്ങൾക്ക് ഈ കൊറിയറിനൊക്കെ എടുക്കുമ്പോൾ ഞാനേ മാറ്റുന്നതാണ്. ആ പോട്ടി മിക്സ് തന്നെയായിരുന്നു ഈ നിങ്ങൾക്ക് ചെടി അയച്ചു തരുമ്പോഴത്തെ പോട്ടി മിക്സ് ആയിരുന്നു ഇത്. ഇതിനകത്തൊന്ന് പിഴുതാണ് എടുക്കുന്നത്. ഇത് ഞാൻ ആ ചെടിയിൽ ഒന്നുകൂടെ എന്തൊക്കെ വേണമെന്നുള്ളത് കാണിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പോട്ട് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. ഇതിൽ നിന്ന് പിഴുതാണ് ഞാൻ നിങ്ങൾക്ക് ചെടി എടുത്തു തരുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ചെടിക്കകത്തുനിന്ന് ഇപ്പം നമുക്ക് ഇത്രയും വേണ്ടായിരിക്കും തോന്നുന്നു. വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതാ ഇനി നമുക്ക് വേണ്ട ഒരു സാധനം നിങ്ങളിൽ പലരും ചോദിച്ചു, വെർമിക്കുലേറ്റ് എന്താണെന്ന്. കാണുന്നുണ്ടോ? ഇതാണ് വെർമിക്കുലേറ്റ് കേട്ടോ. നല്ല സീക്വൻസ് പോലെ ഇരിക്കും. ഇതൊന്നും ഒരു മെഡിസിനോ അല്ലെങ്കിൽ നമ്മുടെ ചെടിക്കുള്ള വളമോ ഒന്നുമല്ല. നമ്മുടെ മണ്ണിന് ലൂസാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മതി കേട്ടോ. അതിന് മാത്രമേ, കാരണം ഇതെല്ലാം ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ളതായതുകൊണ്ടാണ് ഈ ശകലം ചേർക്കുന്നത് കേട്ടോ. വെർമിക്കുലേറ്റ് ചേർത്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മണലാണ് ചേർക്കുന്നത് കേട്ടോ. ഇതാ ഇത്രയും മണലൂടെ ചേർത്തു. ഇന്ന് ഓൾറെഡി ഇത് മണൽ ചേർത്ത പോട്ടി മിക്സ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ മണൽ ചേർത്ത പോട്ടി മിക്സാണ്. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ചുകൂടെ പോട്ടി മിക്സ് എടുക്കുക, ഈ മണൽ ചേർക്കുക കേട്ടോ. ഇതാ നോക്കിക്കോ, പോട്ടി മിക്സ് നമ്മൾ കുറച്ചുകൂടെ എടുത്തു. ഇതങ്ങ് എടുത്തേക്കാം നമുക്ക്. ഓൾറെഡി ഈ മണ്ണിനകത്ത് ഞാൻ സാഫ് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സാഫ് നമുക്ക് ഒരുപാട് ചേർക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഫ്, ഇല്ല കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചത് സാഫ്. നമുക്ക് ഇത് പോട്ട് ചെയ്യുന്നതിനെ പറ്റി നോക്കാമേ. ഇതാ അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് റെഡിയാണല്ലോ. നമ്മുടെ പോട്ട് എടുത്തു, ഇതിലേക്ക് അപ്പം മണൽ, ഇത് ഓൾറെഡി മണൽ ചേർത്തതായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിനകത്തു നിന്നുള്ള ഈ മണൽ, നല്ല മണലാട്ടോ. ഇത് വീണ്ടും ഞാൻ ചേർത്തത് കണ്ടല്ലോ, ഇപ്പോൾ എടുത്തത് വീണ്ടും ഞാൻ ഇട്ടേ. അപ്പോൾ ഇതിനകത്ത് മൊത്തം മണലാണ് കൂടുതൽ, കാണാമല്ലോ കണ്ടോ. നമ്മുടെ പോട്ടിലേക്ക് ഇടുക. ചൂടെടുത്തേക്കാൻ മണ്ണ് ഞാൻ സാധാരണ ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടാറുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് എനിക്ക് അലർജി ഉണ്ടാകുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ പെട്ടെന്ന് നിങ്ങളിങ്ങനെ കാണിക്കണം എന്നുള്ളൊരു ഓർത്തില്ല സത്യം പറഞ്ഞാൽ. അത് നിങ്ങൾക്കുള്ള പോട്ടിംഗ് മിക്സ് സാധാരണ ഞാൻ എടുക്കുന്നത് ഇതാ, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരത്തില്ലേ, അതിൻ്റെ ഞാൻ എടുത്തിട്ടിരിക്കുന്ന അതിനകത്തോട്ട് ഞാൻ മണ്ണ് വേണ്ടി വരുന്നതുകൊണ്ടാണ്. എന്താ ഇത്രയും നമ്മൾ മുക്കാലും എടുത്തേ നമ്മൾ. ഇനി എന്താ കണ്ടോ, ഒരു കുഴി നമ്മൾ കൈയും കൊണ്ട് തന്നെ അത് വെക്കത്തക്ക രീതിയിലൊരു കുഴി എടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ടൈഗർ ട്വിസ്റ്റഡിനെ തന്നെ എടുക്കുമ്പോൾ ഒരു സുന്ദര കളയഭരനാവട്ടെ. എന്താ അത് ഓൾറെഡി ഇങ്ങനെയുള്ളതാണ് കണ്ടോ, ഇങ്ങനെയാണിത് വരുന്നത്. ഉമിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. റിപ്പോർട്ട് ചെയ്തേക്കാം. ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേങ്ങി പോരും. കണ്ടോ ഇരിക്കുന്ന കണ്ടോ കാണാമല്ലോ. അപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്. എന്നിട്ട് ചെടിയിൽ ഇങ്ങനെ ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യുമ്പോൾ അത് ഓൾറെഡി നമ്മുടെ ആ പൊട്ടി മിക്സിലേക്കായി. ചെറുതായിട്ട് ഒന്ന് അമക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ ചെടി നമ്മൾ റീപോർട്ട് ചെയ്ത്
കഴിഞ്ഞു. ഞാൻ ചെടി ആവശ്യമില്ലാതെ പ്രസ് ചെയ്യുവോ ഒന്നും ചെയ്തില്ല. കണ്ടോ, കണ്ടോ, ഞാൻ ഈ ചെടിയെ ആവശ്യമില്ലാതെ എന്തെങ്കിലും പ്രസ് ചെയ്യുന്നോ നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. കണ്ടോ, നോക്കിക്കോ നിങ്ങൾ. ഞാൻ സ്റ്റാൻഡിലേക്ക് മാറ്റുക. കണ്ടോ, ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തത് എന്ത് ചെയ്യും? കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ഒരു ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നു, ഞാനിതിന് വെള്ളം കൊടുത്തപ്പോൾ ഒരാഴ്ചയ്ക്ക് മേളിൽ നമ്മൾ വെള്ളം കൊടുക്കാറുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഇത് വളർന്നു കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കണം, മെസ്സേജ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കുറച്ച് പേര് കണ്ട് പോണേ ഉള്ളൂ. എന്താണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? കഷ്ടമുണ്ട്. എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ട് പോകാതെ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. മറക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കാമേ. അപ്പോൾ ദയവായിട്ട് എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.